ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യയിൽ നിങ്ങളെ എല്ലാവരെയും ഈ നോമ്പ് പ്രാർത്ഥനയിലേക്ക്, പ്രത്യേകിച്ച് വിശുദ്ധ വാരത്തിലെ 3-ാം ദിനത്തിലെ പ്രാർത്ഥനയിലേക്ക്, കൂട്ടായ്മയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ കൂട്ടായ്മ ആരംഭിക്കാം. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവാസന്നിധിയിൽ ശാന്തമായി ഏകാഗ്രമാക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യായാമത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവമേ, ഞങ്ങളെ ഈ ദേശത്തിൻ്റെ പല ഇടങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ അവിടുത്തെ കൃപയിൽ, അവിടുത്തെ ചിറകിൻ്റെ മറവിൽ അത്ഭുതകരമായി, അതിശയകരമായി കാത്തുപരിപാലിച്ചതിനായി, വഴി നടത്തിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ അല്പനേരം ആയിരിക്കാൻ അവിടുന്ന് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിൽ ഞങ്ങൾ കടന്നുപോയ വിവിധ ജീവിത സാഹചര്യങ്ങളിലൊക്കെ നിന്റെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരുന്ന് അടിയങ്ങളെ അത്ഭുതകരമായി നടത്തി പരിപാലിച്ച് വഴി നടത്തിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായ കർത്താവെ, ഈ നോമ്പ് നാളുകൾ, ഈ വർഷത്തെ നോമ്പ് അനുഷ്ഠാനമൊക്കെ അതിൻ്റെ സമാപനത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഞങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാൻ കർത്താവെ, ഈ നോമ്പ് നാളുകൾ, ഞങ്ങളുടെ കൂടിവരവുകൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ വചന കേൾവി, കുരിശിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ചിന്തകൾ, ആലോചനകൾ, പഠനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണകരമായിരുന്നു എന്ന്, അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അനവധിയായ വീഴ്ചകളും കുറവുകളും ബലഹീനതകളും ഒക്കെ വന്നു പോയിട്ടുണ്ട്. ദൈവമേ, അതൊക്കെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ഞങ്ങളോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളെ സഭയായി ഈ നാളുകളിൽ അവിടുത്തെ ചിറകിന്റെ മറവിൽ നടത്തുന്ന, പരിപാലിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അവിടുത്തെ കൃപയും അവിടുത്തെ സാന്നിധ്യവും ഞങ്ങളോട് കൂടെ ഇരിക്കുന്നല്ലോ. ആ വലിയ സ്നേഹത്തിനായി, കരുണയ്ക്കായി, കാവലിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പിതാവേ, ഞങ്ങളെപ്പോഴും നിനക്കുള്ളവരായി ജീവിപ്പാൻ, അങ്ങയെ സ്നേഹിച്ചും അങ്ങയെ ആരാധിച്ചും അങ്ങയെ മഹത്വപ്പെടുത്തിയും അങ്ങയുടെ സാക്ഷികളായി ഞങ്ങളുടെ ജീവിതത്തിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. കർത്താവെ, ഞങ്ങൾ ശ്രദ്ധയോടുകൂടെ, താല്പര്യത്തോടുകൂടെ, സമർപ്പണത്തോടുകൂടെ ഈ സമയം ചെലവിടുവാൻ അവിടുന്ന് സഹായിക്കണമേ. പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന അങ്ങയുടെ മക്കളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. അവരവർ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, ചുമതലകൾ ഏറ്റവും ഭംഗിയായി, നന്നായി കർത്താവെ ദൈവാത്മാവിൽ നിർവഹിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അവരുടെ എല്ലാവിധമായ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ലസിതയും വിപിൻ ജേക്കബും ചേർന്നാണ്. ഇപ്പോൾ അവര് പാട്ടുകൾക്ക് നേതൃത്വം നൽകും. ഓക്കെ, താങ്ക് യു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. യെസ്. ഓക്കെ. On a hill far away stood an old rugged cross, the emblem of suffering and shame, and a long narrow cross where the dear bed for a of love sinners was slain. So I cherish the old rugged
trophies at last I lay down. I will cling to the old ragged cross and exchange it someday for a crown. Oh, that road, so despised by the world, has a wondrous attraction for me. For the dear Lamb of God left his glory above to bear to the Calvary. So I cherish the old ragged cross, till my trophies at last I lay down. I will cling to the old ragged cross. Exchange it someday for a crown. To the old ragged cross I will have it true. In shame and reproach gladly bear. Then he'll call me someday to my home far away, where his glory forever shall share. So I cherish the old ragged cross, till my trophies at last I lay down. I will cling to the old ragged cross and exchange it someday for a crown. കല്ലറമിന്നുന്നോ മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനിയതാ നിറമോറും പ്രഭയിൽ മുഴുകുന്നു പൊന്നൊളിയിൽ കല്ലറമിന്നുന്നു മഹിമയുടെ നാഥനുയർക്കുന്നു മുറിവുകളാൽ മൂടിയ മേനിയതാ നിറമോടും പ്രഭയിൽ മുഴുകുന്നു ആ തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൊൻകതിരണിയുന്നു കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൊൻകതിരണിയുന്നു കണ്ണീരിൽ മൂടിയ നയനങ്ങൾ
കനകം പോൽ മിന്നി വിളങ്ങുന്നു. പൊന്നൊടിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിയതാ നിറമോലും പ്രഭയിൽ മുഴുകുന്നു. ആ പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പുങ്കരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുകപൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊടിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിയതാ നിറമോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊടിയിൽ കല്ലറ മിന്നുന്നു. മഹിമയുടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനിയതാ നിറമോലും പ്രഭയിൽ മുഴുകുന്നു. താങ്ക് യു. താങ്ക് യു വിപിൻ ലസിത. ഇപ്പോൾ മോനി ആൻറ്റി വിൽ റീഡ് ദി സാം 40-ാം സങ്കീർത്തനം. 40-ാം സങ്കീർത്തനം, സാംസ് 40. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്ന് നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും യാജ്യത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു. അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. ഞാൻ നിന്റെ നീതിയെ എൻ്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചില്ല. നിന്റെ വിശ്വസ്തതയും രക്ഷയും ഞാൻ പ്രസ്താവിച്ചു. നിന്റെ ദയയും സത്യവും ഞാൻ മഹാസഭയ്ക്ക് മറച്ചതുമില്ല. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ.
എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോകട്ടെ. എൻ്റെ അനർത്ഥത്തിൽ സന്തോഷിക്കുന്നവർ പിന്തിരിഞ്ഞ് അപമാനമേൽക്കട്ടെ. നന്നായി നന്നായി എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. നിന്റെ രക്ഷയെ ഇച്ഛിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. സങ്കീർത്തനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദ്യെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഏകാഗ്രമാക്കാം. ഈ ഒരു സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, അവന്റെ നാമത്തിൽ ഒരുമിച്ച് വിശ്വാസത്തോടുകൂടെ കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരു പകൽക്കാലം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് വരാമായിരുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ വിടുവിച്ച്, നമ്മളെ പരിപാലിച്ച്, നമ്മളെ പുലർത്തിയ വലിയവനായ ദൈവത്തിന് നമുക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാൻ, പ്രതികരിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിയാതെ പോയ നമ്മുടെ ബലഹീനതകളൊക്കെ നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഓർക്കാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച കുറ്റങ്ങളെയും കുറവുകളെയും ദൈവസന്നിധിയിൽ നമുക്ക് മനഃപൂർവ്വമായിട്ട് ഏറ്റുപറയാം. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ സംസർഗത്തിൽ, സംഭാഷണങ്ങളിൽ വന്നുപോയ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. നമ്മളെ തന്നെ മുറിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതായ വാക്കുകളോ പ്രവൃത്തികളോ ഗൂഢാലോചനകളോ സംഭാഷണങ്ങളോ ഈ പകൽക്കാലം നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ബോധപൂർവമായോ അല്ലാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ, എൻ്റെ കുറവുകളെ എന്നോട് ക്ഷമിക്കണമേ. രാത്രി ശാന്തതയോടുകൂടെ സമാധാനത്തോടുകൂടെ വിശ്രമിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നോമ്പ് നാളുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ അനുദപിക്കുവാനും പാവങ്ങളെയൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനും ഉപേക്ഷിക്കുവാനും ഒക്കെ ഉള്ള സമയമാണല്ലോ. അതുകൊണ്ട് ഈ രാത്രികാലം നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട് പാപക്ഷമ പ്രാപിച്ച് ദൈവവുമായി അനുരഞ്ജനപ്പെട്ട് സമാധാനത്തോടെ ഈ രാത്രിയിലും തുടർന്നും ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. നമ്മളെ അലട്ടുന്ന പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ, നമ്മളെ ഭാരപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കും എന്ന് കരുതി ആളുകൾ നമ്മൾ തള്ളി നീക്കുമ്പോഴും പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് കൊണ്ടുള്ള നമ്മുടെ നിരാശകൾ, നമ്മുടെ സങ്കടങ്ങൾ, ഒരുപക്ഷെ ദേഷ്യം, കോപം, അതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ഒക്കെ അറിയാതെയെങ്കിലും ബാധിക്കുന്നുണ്ടാവാം.
കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, എന്നോട് മനസ്സലിവ് തോന്നണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ മേൽ, ഞങ്ങളെ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. ഒരുപക്ഷെ അത് നമ്മുടെ രോഗാവസ്ഥകളാകാം. അടിക്കടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളോ അപകടങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ആകാം. നമ്മുടെ ബന്ധങ്ങളിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ, സഹവിശ്വാസികളുമായി, അയൽക്കാരുമായി, ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ ബന്ധങ്ങളിൽ വന്നു സംഭവിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ, വേദനകൾ, പ്രയാസങ്ങൾ, അതിലൊക്കെ ദൈവം ഇടപെടണമേ. പരസ്പരം സ്നേഹിച്ചും കരുതിയും സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സാമ്പത്തികമായ ഭാരങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാം. ഈ നഗരത്തിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ ആവശ്യമാണ്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളിൽ പലർക്കും അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. പല സാഹചര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, പുതിയ ഭവനം വാങ്ങിക്കുന്നതിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ പുതിയ സംരംഭങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി, വിവാഹ സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ സാമ്പത്തികമായ ആവശ്യങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. ദൈവം നമ്മുടെ ആവശ്യങ്ങളുടെ മേലൊക്കെ കനിവ് തോന്നണമേ, കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ അലട്ടുന്ന എല്ലാ രോഗബന്ധനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ശാരീരികമായ സൗഖ്യം, ആശ്വാസം ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ രോഗികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. പ്രായാധിക്യത്തിന്റെ ക്ഷീണം അനുഭവിക്കുന്നവരുണ്ട്, ദീർഘനാളുകളായി രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്, പ്രായാധിക്യമായ രോഗത്തിലുള്ളവരുണ്ട്, മറ്റ് ക്യാൻസറിന്റെ പ്രയാസത്താൽ മറ്റ് പലവിധമായ രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്, സ്ട്രോക്ക് വന്നവരുണ്ട്, ആക്സിഡന്റ് പറ്റി ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. കർത്താവ് അവർക്കൊക്കെ വേണ്ട ആശ്വാസവും സൗഖ്യവും വിടുതലും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് റോയ് ഡോക്ടർ ഇന്ന് ഡിസ്ചാർജായി ഭവനത്തിൽ എത്തിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ റോയ് അങ്കിളിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ നാളുകളിലൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ചാക്കോ ജോർജ് അങ്കിളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ അമ്മയെയും കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വിവിധ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം അവർക്ക് ബുദ്ധിയും വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പുതിയ ക്ലാസ്സുകളിൽ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുന്നവർ, കോമ്പറ്റീറ്റീവ് എക്സാംസ് എഴുതുന്നവർ, പുതിയ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക്, ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക്, പ്രൊഫഷണൽ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് 11th ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കാം. 10ാം ക്ലാസ്സിൽ പ്രവേശിച്ചിരിക്കുന്നവരെ ഓർക്കാം. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓർക്കാം. പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഭരമേൽപ്പിക്കാം. അവരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങളിൽ, അവരുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ. ദൈവം അവർക്ക് തക്കതായ ഉപജീവന മാർഗം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ. അവരുടെ വിദ്യാഭ്യാസത്തിന് തക്കതായ ജോലി അവർക്ക് ലഭിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യുക്തമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന അഭിലാഷന് വേണ്ടി പ്രാർത്ഥിക്കാം. വിവാഹ സംബന്ധമായ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെ ഇരിക്കണമേ. വിവാഹ ശുശ്രൂഷയും തുടർന്നുള്ള കുടുംബ ജീവിതവും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം.
നമ്മുടെ യങ് കപ്പിൾസിനെ എല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ജോലി കാര്യങ്ങൾ, കുടുംബജീവിതം, അവരുടെ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ പരിപാലനം എല്ലാം ബാലൻസ് ചെയ്ത് അവരുടെ ജീവിതത്തെ മുൻപോട്ട് നയിപ്പാൻ കർത്താവ് അവരെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ പ്രഷറുകളും അതുപോലെ സമ്മർദ്ദങ്ങളൊക്കെ നേരിടുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. വിശ്വാസത്തോടുകൂടെ പ്രതികൂലങ്ങളെയൊക്കെ നേരിടുവാൻ അവരെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. CSI സഭയുൾപ്പെടെയുള്ള എല്ലാ സഭകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മിഷണറിമാർക്ക് വേണ്ടി അങ്ങോളം ഇങ്ങോളമുള്ള മിഷൻ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കാം. യുദ്ധക്കെടുതികളാൽ ഭാരപ്പെടുന്ന ജനങ്ങളെ ഓർക്കാം. ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ്, റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ്, മണിപ്പൂർ, അതുപോലെ തന്നെ ഭൂകമ്പം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളാൽ ഭാരപ്പെടുന്നവർ, അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലെ എല്ലാ ശുശ്രൂഷകളെയും വരും ദിവസങ്ങളിലെ ശുശ്രൂഷകളെ ഓർക്കാം. നാളെ നടക്കുന്ന പെസഹ വ്യാഴത്തിന്റെ ശുശ്രൂഷ, വലിയ വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷ, ശനിയാഴ്ച വിശുദ്ധ ശനിയുടെ ഹോളി സാറ്റർഡേ ശുശ്രൂഷ, ഞായറാഴ്ച രാവിലെയുള്ള ഈസ്റ്റർ ശുശ്രൂഷ, എല്ലാ കൂട്ടായ്മകളും ആരാധനകളും അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മുടെ ജനങ്ങൾ വിശ്വാസത്തോടെ ഒരുങ്ങി കടന്നു വന്ന് അതിൽ സംബന്ധിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ ഭരമേൽപ്പിക്കാം. ഈ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചാച്ചമ്മ ആന്റി പ്രാർത്ഥിക്കും. കേൾക്കാം ആന്റി. യെസ്. ഞങ്ങളുടെ സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് അങ്ങേ സ്തുതിപ്പാൻ ഒരവസരം കൂടി ഒരുക്കി തന്നതിനായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പാവികളും ദ്രോഹികളുമാണ് കർത്താവേ, എങ്കിലും അങ്ങയുടെ കരുണയുടെ ചിറയിൻ കീഴെ ഞങ്ങളെ മറച്ചു സൂക്ഷിക്കുന്നതിനായി സ്തോത്രം കർത്താവേ. അടിയങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ. അങ്ങേ വിളിച്ചപേക്ഷിപ്പാനായിട്ട് ഞങ്ങൾക്കൊരവസരം തന്നുവല്ലോ കർത്താവേ. നിന്റെ കുരിശുമരണത്തെ പറ്റി ഞങ്ങൾക്ക് ഓർക്കുവാനും അനുദവിക്കുവാനും ഒരവസരം തന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങൾക്കുള്ള എല്ലാവരെയും, ഞങ്ങളുടെ പള്ളിയെയും ഞങ്ങളുടെ മെമ്പേഴ്സിനെ എല്ലാവരെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അവിടുത്തെ ചിറകിന്റെ മറവിൽ മറച്ചു കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും കർത്താവെ അവിടത്തേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. അവിടുത്തെ ചിറയും കീഴെ മറച്ചു കൊള്ളണമേ കർത്താവെ. അങ്ങയുടെ കാവലും കരുതലും എല്ലാം കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഇന്നത്തെ ദിവസം കർത്താവെ ഒന്നിച്ചു കൂടി നിന്നെ സ്തുതിപ്പാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അടിയങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആശ്വാസവും സമാധാനവും കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. രോഗികളായി കഴിയുന്ന എല്ലാ ആൾക്കാർക്ക് കർത്താവെ സൗഖ്യം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഡോക്ടറുകളിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൗഖ്യം കൊടുക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പള്ളിയിലുള്ള എല്ലാ മെമ്പേഴ്സ് ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥയിലും ഇരിക്കുന്നവരെയൊക്കെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. ആശ്വാസവും സൗഖ്യവും കൊടുക്കണമേ കർത്താവെ. അവരോട് കൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. യുദ്ധക്കെടുതി മൂലം കഷ്ടാനുഭവിക്കുന്ന രാജ്യങ്ങളുണ്ട് കർത്താവെ. അവിടുത്തെ ജനങ്ങളുണ്ട് കർത്താവെ. അവരനുഭവിക്കുന്ന കഷ്ടപ്പാടും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസവും കർത്താവെ, വിശപ്പും എല്ലാം ഉണ്ട് കർത്താവെ. അവിടുന്ന് കാണണമേ. യുദ്ധങ്ങളെ എല്ലാം നിർത്തൽ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അങ്ങയുടെ ജനങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്ന കർത്താവെ.
ഭാവികളായ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവർക്ക് വേണ്ടതായ ബുദ്ധി, ശക്തിയും ആരോഗ്യം എല്ലാം അങ്ങ് ദാനം ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. അതിലുള്ള എല്ലാ പാടുകളും കേടുപാടുകളും ലൈറ്റിന്റെ പ്രശ്നങ്ങളും എല്ലാം മാറ്റിക്കളഞ്ഞ് കർത്താവെ പുതിയ പള്ളിയാക്കി അവിടുന്ന് മാറ്റിയെടുത്ത് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഓരോ മെമ്പേഴ്സിനും കർത്താവെ പേര് പേരായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരവരുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കർത്താവെ അവരെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അച്ഛനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ സഹായങ്ങളും അവർക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അവരുടെ മക്കളെയും കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാവലും കരുതലും ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്കും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ. കരുതൽ നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നീ തന്നിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഓരോ ദിവസവും കർത്താവെ അവിടുത്തെ ചെറിയ കീഴെ എല്ലാവരെയും മറിച്ച് താങ്ങിക്കൊള്ളണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ഭാവിയോടും ദ്രോഹികളുമാകുന്നു കർത്താവെ. എങ്കിലും അങ്ങ് വലിയ കരുണയുള്ള ദൈവമാകുന്നു കർത്താവെ. കരുണ ചൊരിയുന്നതാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവെ. തന്നിട്ടുള്ള എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ആയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. താങ്ങി നടത്തുന്ന കൃപകൾക്കായ സ്തോത്രം. അങ്ങയുടെ കഷ്ടപ്പാടും കുരിശുമരണം ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി രക്തം ചീന്തിയ കർത്താവെ, കരുണയായിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. അടിയങ്ങളോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വഴിയിൽ കൂടി ഞങ്ങളെ നടത്തണമേ കർത്താവെ. വഴിതെറ്റുവാനിടയാക്കല്ലേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. ഞങ്ങളെ ഇത്രത്തോളം താങ്ങി നടത്തിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പാപത്തിൽ വീഴാതെ ഞങ്ങളെ താങ്ങിക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെയും കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവെ. അടിയങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തന്നിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും നന്മകൾക്കുമായ സ്തോത്രം കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാവരെയും സഹായിക്കണമേ കർത്താവെ. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണമേ കർത്താവെ. മാനവ മഹത്വ സ്തുതി സ്തോത്ര ആരാധനയും പോഴ്ച എന്റെ ദൈവത്തിന് മാത്രമല്ല യേശുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയം നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഓൺലൈൻ പ്രാർത്ഥനകളിലെ അവസാനത്തെ പ്രാർത്ഥനയാണ് ഇന്ന്. തുടർന്നുള്ള 3 ദിവസങ്ങളിലും അല്ലെങ്കിൽ 4 ദിവസങ്ങളിലുള്ള നമ്മുടെ കൂടിവരവുകളും ആരാധനയും ശുശ്രൂഷയും എല്ലാം നമ്മൾ ഓഫ്ലൈനായിട്ട് ഒരുമിച്ച് കൂടി ഫിസിക്കലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നാളെ വൈകിട്ട് 7 മണിക്ക് പതിവ് പോലെ പെസഹ വ്യാഴത്തിൻ്റെ ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. വിശുദ്ധ സംസർഗ ശുശ്രൂഷയാണ്. കഴിവുള്ളിടത്തോളം ആളുകൾ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വലിയ വെള്ളിയാഴ്ചത്തെ ആരാധന രാവിലെ 9 മണിക്ക് ആരംഭിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ 7 മൊഴികളെ ആസ്പദമാക്കിയുള്ള പഠനങ്ങളും ചിന്തകളും ധ്യാനവും അന്ന് നടത്തപ്പെടും. അതിലേക്കും നിങ്ങളെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. വിശുദ്ധ ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് നമ്മുടെ ഹൈടെക് സിറ്റി BHEL മിയാപൂർ ഏരിയയിലുള്ള സാറ്റലൈറ്റ് വർഷിപ്പ് സർവീസ് ഉണ്ടായിരിക്കും. അത് ഒരു ഈസ്റ്റർ ഈവ്
ഹോളി കമ്മ്യൂണിയൻ സർവീസായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. കഴിവുള്ളിടത്തോളം ആളുകൾ അതിലും പങ്കെടുക്കണം. ഈസ്റ്റർ സർവീസിന് സംബന്ധിക്കത്തക്ക രീതിയിലാണ് വൈകിട്ട് 5 മണിക്ക് നമ്മളത് ക്രമീകരിക്കുന്നത്. ഹൈടെക് സിറ്റി ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല, മറ്റു ഭാഗങ്ങളിലും തൊട്ടടുത്ത ഏരിയകളിലും ഉള്ളവർക്കും ആ കൂട്ടായ്മയിൽ ആരാധനയിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മുടെ ഈസ്റ്റർ സർവീസ് ഞായറാഴ്ച രാവിലെ 7:30 മണിക്ക് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. അതിലേക്കും നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. ഇന്ന് നമുക്കറിയാം, നമ്മളൊരു വിശുദ്ധ വാരത്തിലാണ്. വി ആർ ഇൻ എ ഹോളി വീക്ക്. അതായത് നമ്മുടെ നോമ്പ് അനുഷ്ഠാനങ്ങളുടെ ഒരു ലാസ്റ്റ് വീക്ക്, അതിൻ്റെ ഒരു കൾമിനേഷനിലേക്ക് വരുന്ന ആ ഒരാഴ്ചയാണ് പൊതുവെ നമ്മൾ വിശുദ്ധ വാരമായി നമ്മൾ ആചരിക്കുന്നത്. ഹോശാന ഞായറാഴ്ച മുതൽ വിശുദ്ധ ശനിയാഴ്ച, അതല്ലെങ്കിൽ അടുത്ത ഈസ്റ്റർ ദിനം വരെയുള്ള ദിവസം, ഒരു 8 ദിവസം നമ്മളെ സംബന്ധിച്ച്, വളരെ ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ച്, സഭയെ സംബന്ധിച്ച്, ആഗോള ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ദിവസങ്ങളാണ്. നമ്മുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് പെസഹ വ്യാഴാഴ്ച മുതലുള്ള ശുശ്രൂഷകൾ ദിവസങ്ങൾ വളരെ ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ്. ഓൺ മോണ്ടി തേഴ്സ്ഡേ വി സെലിബ്രേറ്റ്, വി കമ്മമറേറ്റ് ദി ലാസ്റ്റ് സപ്പർ ഓഫ് അവർ ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെസഹ അത്താഴത്തെ, യേശു കർത്താവിൻ്റെ അന്ത്യ അത്താഴത്തെ നമ്മൾ ഓർക്കുകയും അതിൻ്റെ വിശ്വാസപരവും ആത്മീയവുമായ വശങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഓർമ്മയിൽ നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. Good Friday, of course, is a day when Jesus was crucified. യേശു കർത്താവ് കാൽവറിയിൽ, ഗോഗോഥ മലയിൽ ക്രൂശിക്കപ്പെട്ടതിനെ കുറിച്ച് വായിക്കുകയും പഠിക്കുകയും യേശു കർത്താവിന്റെ വാക്കുകളെ ധ്യാനിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഞായറാഴ്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ്. നമ്മളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു സാധാരണ ദിവസമാണ്. എന്നാൽ ഇന്ന് ഈ റോമൻ കാത്തലിക് ട്രഡീഷനിൽ ഇന്നത്തെ ദിവസം സാധാരണഗതിയിൽ വിശുദ്ധ വാരത്തിലെ, വിശുദ്ധ ഹോളി വീക്കിലെ എല്ലാ ദിവസങ്ങളും നമ്മൾ ഹോളി ഡേ എന്നാ പറയുക. ഹോളി വെനസ്ഡേ. ഇന്ന് ഹോളി വെനസ്ഡേ ആണ്. കാരണം വിശുദ്ധ വാരത്തിലെ ബുധനാഴ്ച എന്നുള്ള നിലയിൽ നോർമലി വി കോൾ ദ വെനസ്ഡേ ഇൻ ദ ഹോളി വീക്ക് ആസ് ഹോളി വെനസ്ഡേ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ കത്തോലിക്ക പാരമ്പര്യങ്ങളിൽ ഇന്ന് ചില സെക്ഷനുകൾ, ചില മേഖലകളിൽ അവരിന്ന് they remember today as Spy Wednesday. സ്പൈ എന്ന വാക്കിന്റെ അർത്ഥം അത് ഒറ്റുകാരുടെ, സ്പൈ, ഒറ്റുകാരനെയും ഒറ്റിനെയും ഒക്കെ ഓർക്കുന്ന ഒരു വെനസ്ഡേ ആണ്. വിശുദ്ധ വാരത്തിലെ സംഭവങ്ങളുടെ ഒരു ഹിസ്റ്റോറിക്കൽ ക്രോണോളജി നമ്മൾ പഠിച്ചാൽ ചില ചിന്തകന്മാര് പറയുന്നത് ബുധനാഴ്ചയാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനായി മഹാപുരോഹിതന്മാരിൽ നിന്ന് അഡ്വാൻസ് അല്ലെങ്കിൽ പണം കൈപ്പറ്റിയത് എന്ന് ചില ചിന്തകൾ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ദിനത്തെ സ്പൈ വെനസ്ഡേ എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങൾ. അന്ന് പന്തിരുവൽ ഒരുത്തനായ യൂദാസ് ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന്, നിങ്ങൾ എന്ത് തരും, ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു.
യൂദാസ് യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതിന്, ഒറ്റിക്കൊടുക്കുന്നതിന് തീരുമാനിക്കുകയും യൂദാസ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് യേശുവിനെ ഒറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ സംഭവം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തില് യേശു കർത്താവ് ബഥാന്യയിലെ ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെ മറിയ യേശുവിനെ തൈലാഭിഷേകം നടത്തുമ്പോൾ വിലയേറിയ തൈലം യേശു കർത്താവിന്റെ തലയിലും കാലിലുമൊക്കെ ഒഴിക്കുന്നത് കണ്ട് നമ്മളിൽ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലും ആ സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവിടെ പക്ഷേ ബഥാന്യയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ ഭവനത്തിൽ നിന്നാണ്. പേര് പറയുന്നില്ല, സ്ത്രീയുടെ പേര് പറയുന്നില്ല. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് കുറെ കൂടെ വ്യക്തമായി പറയുന്നത് അത് ബഥാന്യയിലെ മറിയ ആണ് എന്നാണ്. അവിടെ പറയുന്നത് എന്തിനീ പാഴ്ചെലവ് എന്തിനാണ്? ഇത് 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തുകൂടെയോ എന്ന് ന്യായമായ ചോദ്യം ചോദിച്ച, വെറും ചെലവിനെ, പാഴ്ചെലവിനെ, വേസ്റ്റ് ഓഫ് റിസോഴ്സിനെ ക്രിട്ടിസൈസ് ചെയ്ത യൂദാസ്. അതിനുശേഷമാണ് 12-ാം അധ്യായത്തിൽ യൂദാസ് മഹാപുരോഹിതന്മാരുമായി കൂടിക്കണ്ട് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് ചിന്തിക്കുന്നത്. So it is a day of identifying a spy. ഒരു ഒറ്റുകാരനെ നമ്മൾ തിരിച്ചറിയുന്ന ദിവസമാണ്. നമുക്കെപ്പോഴും യൂദാസിനെ കുറിച്ച് അമർഷമുണ്ട്. യൂദാസിനെ കുറിച്ച് നമുക്ക് ആത്മക്ഷോഭമുണ്ട്. വൈ ഹി ഡിഡ്. യൂദാസ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? യൂദാസ് എന്തിനാണ് അത് ചെയ്തത്? ആ ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമാണ്. യൂദാസിനെ കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷത്തിലും പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ശിഷ്യന്മാരെ കുറിച്ച് ആദ്യം പരിചയപ്പെടുത്തുമ്പോഴും, മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോഴും മർക്കോസ് പറയുന്നത് അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. യേശു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ള വിവരണം മർക്കോസ് പറയുമ്പോൾ പറഞ്ഞത് ജൂഡാസ് ഹു ബിട്രേഡ് ഹിം ലേറ്റർ അല്ലേ. ആദ്യമേ തന്നെ യൂദാസ് എന്ന ഒറ്റുകാരനെ മർക്കോസ് മാത്രമല്ല, എല്ലാ സുവിശേഷകാരന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ യൂദാസിനെ പരിചയപ്പെടുത്തുന്നത് ജൂഡാസ് ദ ബിട്രയർ, ജൂഡസ് ഇസ്കറിയോട്ട് ദ ബിട്രയർ, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കറിയോട്ട്. ക്രോസ് is an outcome of a betrayal. കുരിശ് ഒരു ഒറ്റിന്റെ അനന്തര ഫലമാണ്. ഒറ്റുകാരാണ് കുരിശ് ഉണ്ടാക്കുന്നത്. Whenever we become betrayers, we inflict cross. നമ്മൾ ഒറ്റുമ്പോൾ ശത്രുക്കൾക്ക് നശിപ്പിക്കുവാനും ഉന്മൂലനം ചെയ്യുവാനും ഇല്ലാതാക്കുവാനും താല്പര്യത്തോടുകൂടെ നടക്കുന്നവർക്ക്, നീതിമാന്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ച് നടക്കുന്നവർക്ക് നമ്മൾ നിഷ്കളങ്കമായ ജീവിതങ്ങളെ ഒറ്റിക്കൊടുക്കുമ്പോൾ we perpetuate, we instigate cross in our society. നമ്മുടെ സമൂഹത്തിൽ സത്യത്തില് കുരിശുത്ഭവിക്കുന്നത് യൂദാസുമാരിൽ നിന്നാണ്. റോമിൽ നിന്നോ യഹൂദ മത നേതാക്കന്മാരിൽ നിന്നോ അല്ല. നോക്കൂ, ഹൂ ഈസ് ഹി? ആരാണ് ഈ യൂദാസ്? ജൂഡാസ് is not an outsider.
ജൂഡാസ് was part of the disciples. കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു യൂദാസ്. ഒരുപക്ഷെ പില്ലർമാരിൽ വരത്തില്ലെങ്കിലും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയ ഇന്നർ സർക്കിളിനകത്ത് വരുത്തില്ലെങ്കിലും he controlled the treasury of Jesus. യേശു കർത്താവിന്റെ സാമ്പത്തികമായ കാര്യങ്ങളെയൊക്കെ ക്രമീകരിച്ചത്, ഫണ്ട് റേസ് ചെയ്തതും സ്പെൻഡ് ചെയ്തതും ഒക്കെ ജൂഡാസാണ്. അത്ര മോശപ്പെട്ട ഒരാളെ ഒരിക്കലും ആ ഒരു പദവി അവർ ഭരമേൽപ്പിക്കില്ല. He proved himself to them as trustworthy. നോക്കൂ, അതുവരെ ഈ വഞ്ചകൻ, ഒറ്റുകാരൻ പുറത്തു വരുന്നത് വരെ, വെളിയിലേക്ക് എത്തുന്നത് വരെ, ഒറ്റുകാരനായി തന്നെ തിരിച്ചറിയുന്ന നിമിഷം വരെ he was part of the trustworthy. തന്നെ ക്രിസ്തുവിനെ പിന്നിൽ നിന്ന് ഒറ്റുന്നത് വരെ, കുത്തുന്നത് വരെ he was part of the disciples. He was a disciple. Before he became a betrayer, he was an apostle. യേശു കർത്താവിന്റെ എല്ലാ ശുശ്രൂഷയും അവൻ കണ്ടതാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ, യേശു കർത്താവ് രോഗത്തിന് സൗഖ്യം വരുത്തുമ്പോൾ, സമുദ്രത്തിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ, മരിച്ചവരെ ഉയർപ്പിക്കുമ്പോൾ, he was very much there. ഒരുപക്ഷെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ 70 പേരെ അയക്കുന്ന കൂട്ടത്തിൽ ഇസ്കറിയാത്ത യൂദയും ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയി അവിടെ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി തിരിച്ചു വന്ന് യേശുവിനോട് തന്റെ അനുഭവങ്ങളെ പറഞ്ഞവനായിരിക്കാം. He was part and parcel of the experienced. യേശു കർത്താവിനോടൊപ്പം നിന്ന്, യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായി നിന്ന്, യേശു കർത്താവിന്റെ നന്മകളെല്ലാം അനുഭവിച്ചവനാണ്. That is so alarming. ആ ഒരു വലിയ അത്തരത്തിൽ വളരെ ഇന്റൻസ് ആയിട്ട്, വളരെ ക്ലോസ് ആയിട്ട് നിന്ന, ഇന്റിമേറ്റ് ആയിട്ട് നിന്ന ഒരു മനുഷ്യൻ, ഒരുപക്ഷെ അത്താഴമേശയിൽ നിന്ന് യൂദാസ് ഇറങ്ങിപ്പോകുമ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചത് പെസഹയ്ക്ക് വേണ്ടിയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് അവനെ യേശു കർത്താവ് ഭരമേൽപ്പിച്ചു തന്നിരിക്കുമെന്നാണ്. കാരണം യേശു കർത്താവ് ഒരുപക്ഷെ അതിനു മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടാവാം, മറ്റുള്ളവരെ ഏൽപ്പിക്കാത്ത പല കാര്യങ്ങളും. ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നവർ. See how quick he turned himself to be a betrayer. നമ്മൾ ഈ ഒരു വലിയ ഭയാനകമായ സാധ്യത മറന്നു പോകരുത്. അവനെ കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്ത് തരും? We sell Jesus. എപ്പോഴെല്ലാം നമ്മൾ ദൈവത്തെ, ക്രിസ്തുവിനെ കച്ചവടം ചെയ്യുമോ, നമ്മൾ ക്രിസ്തുവിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അവിടെയെല്ലാം നമ്മളിലെ യൂദാസ് പുറത്തു വരുന്നുണ്ട്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറിയ യേശു കർത്താവിനെ തൈലം പൂശി യേശു കർത്താവിന്റെ പാദം തന്റെ തലമുടി കൊണ്ട് കഴുകുമ്പോൾ, തുടയ്ക്കുമ്പോൾ എല്ലാ ശിഷ്യന്മാരും അതിൽ അസ്വസ്ഥരായി. അതിൽ യൂദാസ് മാത്രമാണ് എക്സ്പ്രസ് ചെയ്തത്. സോ ഹി വാസ് ഫ്രീ ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. And at times I believe Jesus would have considered Judas's opinion. കർത്താവ് ഒരുപക്ഷെ യൂദാസിനെ കേട്ടിട്ടുണ്ടാവണം, യൂദാസിന്റെ അഭിപ്രായങ്ങളെ ആദരിച്ചിട്ടുണ്ടാവണം. അവിടത്തെ പറയുന്നത് അവന്റെ ഇഷ്ടം പണമായിരുന്നു, അവൻ ഇടയ്ക്കിടയ്ക്ക് പണം എടുക്കുമായിരുന്നു എന്ന് യോഹന്നാൻ പറയുന്നുണ്ട് 12-ാം അധ്യായത്തിൽ.
അത് പിന്നീടുള്ള നറേഷനാണ്, പിന്നീടുള്ള തിരിച്ചറിവാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഹി വാസ് നോട്ട് ആസ് ബാഡ് ആസ് വി സീ ഹിം ലേറ്റർ. ഈ ഒറ്റുകാരനായി നമ്മൾ യൂദാസിനെ കാണുന്നത് പോലെ അവൻ അത്ര മോശക്കാരനായിരുന്നില്ല. ഹി വാസ് പാർട്ട് ഓഫ് ദി അപ്പസ്റ്റൽസ്. നമ്മൾ എപ്പോഴാണ് മോശമാവുന്നത്? നമ്മൾ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യങ്ങളിൽ നിന്നും മാറിപ്പോകുന്നത്? ഞാൻ പിന്നെയും ചിന്തിക്കുന്നു, ഹി വാസ് നോട്ട് ബാഡ് ടു ദ കോർ. കാരണം അവൻ അനുതപിച്ചിട്ട് ഹി കിൽഡ് ഹിംസെൽഫ് ബിക്കോസ് ഓഫ് റിപ്പൻഡൻസ്, ബിക്കോസ് ഓഫ് റിമോഴ്സ്. അനുദപിക്കാതിരുന്നില്ല. നമ്മുടെ ഒക്കെ ഒരു ട്രെയിറ്റ് ഉണ്ട് പലപ്പോഴും. നമ്മളുടെ ജീവിതങ്ങളുടെ ഒക്കെ ഒരു ട്രെയിറ്റ്, ഒരു ലാഞ്ചന നമുക്ക് ഈ യൂദാസിൽ കാണാനായിട്ട് സാധിക്കും. ബന്ധങ്ങളിൽ വഞ്ചിക്കുന്നവർ, വിശ്വാസ വഞ്ചന എന്നൊരു വാക്കുണ്ട്. ചീറ്റിംഗ്, ബിട്രേയിങ്, അതിനെ ആഘോഷിക്കുന്ന ഒരു കാലമാണ്. എത്ര പെട്ടെന്നാണ് ഒരു അപ്പോസ്തലൻ ഒരു മതഭ്രാന്തനായി മാറുന്നത്, ഒരു ഫനാറ്റിക്കായി മാറുന്നത്, ഒരു ട്രൈറ്ററായി മാറുന്നത്, ഒരു വഞ്ചകനായി മാറുന്നത്, ഒരു ദ്രോഹിയായി മാറുന്നത്. It's a spy Wednesday. Are we spying Jesus? നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ ശുശ്രൂഷകൾ കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നമ്മൾ ദൈവത്തെ ഒറ്റുന്നുണ്ടോ? ക്രിസ്തുവിനെ ഒറ്റുന്നുണ്ടോ? അവന്റെ നാശത്തിന് വേണ്ടിയുള്ള കൂട്ടുകെട്ടുകളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ? ഈ രാത്രികാലം നമുക്ക് നമ്മളിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴെങ്കിലും യൂദാസ് നമ്മളിൽ പുനരവതരിക്കുന്നുണ്ടോ? പുനർജനിക്കുന്നുണ്ടോ? ഒരിക്കൽ കൂടെ ക്രിസ്തുവിനെ ഒറ്റാൻ, ഒരിക്കൽ കൂടെ നമ്മുടെ വിശ്വാസത്തെ വഴിയിൽ നിന്ന് മാറിപ്പോവാൻ, നമ്മുടെ അപ്പോസ്തോലികത്വം ചില വെള്ളിക്കാശിന് വേണ്ടി വിറ്റുകളയാൻ, സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തെയും അതിൻ്റെ മൂല്യങ്ങളെയും ത്യജിച്ചു കളയാൻ. It's not a simple crime. It's not how much we get. അവന് കിട്ടിയ 30 വെള്ളിക്കാശായിരുന്നില്ല അവൻ ചെയ്ത പാപത്തിന്റെ അനന്തരഫലം. The consequence of his sin was the cross. The consequences of everyone's sin is cross. നമ്മൾ ചെയ്യുന്ന ഏത് പാപത്തിന്റെയും അനന്തരഫലം കുരിശാണ്. Whenever we sin, we make cross. We propagate and promulgate. We project cross. നമ്മുടെ പാപം കുരിശുകളാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ രാത്രി സ്പൈ വെനസ്ഡേ നമ്മൾ കുറച്ചുകൂടി ജാഗരൂകരാകാം. Let us be so conscious and careful and be on guard not to become a betrayer. ഒറ്റുകാരാകാതിരിക്കാൻ, ഒരു സ്പൈ ആകാതിരിക്കാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രിക്കായിട്ട് സ്തോത്രം. കർത്താവേ, ഈ വിശുദ്ധ ബുധനാഴ്ച ഞങ്ങള് അങ്ങയെ ഓർക്കുമ്പോൾ അങ്ങയുടെ ഓർമ്മയ്ക്കൊപ്പം
അങ്ങയോടൊപ്പം നിന്ന് അങ്ങയെ ഒറ്റിയ യൂദാസിനെ കൂടെ ഞങ്ങൾ സ്മരിക്കുന്നുണ്ട്. സുവിശേഷകാരന്മാർ യൂദാസിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പോലെ യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്, കർത്താവെ, ഞങ്ങൾ ആരും ഒറ്റുകാരാകാതിരിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പ്രലോഭനങ്ങളിൽ വീണു പോകാതിരിപ്പാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ, ഒരുപക്ഷെ ഞങ്ങൾ പെട്ടുപോയ അവസ്ഥകൾ പലപ്പോഴും ഞങ്ങളുടെ വിശ്വാസത്തെ, നീ ഞങ്ങളെ പഠിപ്പിച്ച മൂല്യങ്ങളെ, നീ ഞങ്ങൾക്ക് നൽകിയ കൽപ്പനകളെ, വചനത്തെ താൽക്കാലികമായിട്ടെങ്കിലുമൊക്കെ വിട്ടുകളയുവാൻ, വഞ്ചിക്കുവാൻ ഞങ്ങളെ പ്രലോഭിപ്പിക്കുമ്പോൾ കർത്താവേ, അതിൽ വീഴാതിരിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. സഭയെ അതിനുവേണ്ടി ഒരുക്കണമേ. കർത്താവെ, ഞങ്ങളുടെ സഭ നിന്നെ ഒറ്റുന്നവരുടെ സംഘമാകരുതേ. ഞങ്ങളുടെ ശുശ്രൂഷകർ നിന്നെ ഒറ്റുന്നവരുടെ കൂട്ടായ്മയാകരുത്. 30-നും 300-നും 3000-നും 30,000-നും ഒക്കെ നിന്നെ ഒറ്റുന്നവരുടെ സംഘമായി ഞങ്ങളുടെ സഭ അധപതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളത്തെ തുടർന്നുള്ള ആരാധനകൾക്കായിട്ട് ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. അവിടുത്തെ കൃപ അടിയങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മെല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിരന്തരം വസിക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ ലസിതയോടും വിപിനോടും, സങ്കീർത്തനം വായിച്ച് സഹായിച്ച മോനിമാമയോടും, പ്രാർത്ഥനയിൽ നമ്മളെ നയിച്ച ചാച്ചമ്മ ആന്റിയോടുമുള്ള പ്രത്യേക നന്ദി വ്യക്തിപരമായും സഭയുടെ പേരിലും അറിയിക്കുന്നു. നാളെ വൈകിട്ട് 7 മണിക്ക് ദേവാലയത്തിൽ വെച്ച് ആരാധന ഉണ്ടായിരിക്കും. എല്ലാവരെയും അതിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കുന്നു.